ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റം, അനധികൃത നിർമ്മാണം എന്നിവയിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഇന്ന് റവന്യൂ മന്ത്രിക്ക് സമർപ്പിച്ചേക്കും. റവന്യൂ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. കയ്യേറ്റം തടയുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് CPI നേതാവ് KK ശിവരാമൻ ആരോപിച്ചു. ചൊക്രമുടിയിലെ കയ്യേറ്റം കണ്ടെത്തി തടയുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന നിഗമനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേത്. വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ, തഹസീൽദാർ എന്നിവരുടെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായെന്നും കണ്ടെത്തലുണ്ട്. പുറമ്പോക്കുൾപ്പെടെ കയ്യേറിയതായി പരാതി കിട്ടിയിട്ടും പരിശോധിക്കാനോ നടപടിയെടുക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാണ് ആരോപണം. വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ. ഒരു ദിവസം വെയിറ്റ് ചെയ്യും. നാളെ ഞാൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. ഓക്കെ. കയ്യേറ്റം കണ്ടെത്തി തടയുന്നതിൽ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ ആരോപിച്ചു. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തവർ ആരായാലും നടപടി സ്വീകരിക്കണമെന്നും KK ശിവരാമൻ. റവന്യൂ വകുപ്പിന് വീഴ്ച ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും ആ വീഴ്ച തിരുത്തുകയും ചെയ്യണം. സർക്കാരിൻ്റെ ഭൂമി ആര് കയ്യേറിയാലും ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന കാര്യത്തിൽ CPIക്കിടയിൽ രണ്ടഭിപ്രായമേ ഇല്ല. ജില്ലയിലെ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ചുള്ളൂ. അതിലൊരു CPIക്കാരനെ കാണിച്ചു തരാമെങ്കിൽ ഈ എന്തു ശിക്ഷയേക്കാൻ തയ്യാറാണ്. കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനും മന്ത്രിക്കും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണെന്നും മന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചെന്നുമാണ് CPIയുടെ പ്രതിരോധം. 24 തൊടുപുഴ.